ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു. നമ്മൾ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ എല്ലാ സൺഡേയും മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഇതുവരെ എല്ലാവരും ഒരുമിച്ചായിട്ട് പൊന്മുടിയിലോ അങ്ങനെ ഒരു ട്രിപ്പ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഹോസ്റ്റലിലുണ്ടല്ലോ, അപ്പോൾ ഒരു ട്രിപ്പ് പോയാലോ എന്ന്. അങ്ങനെ നമ്മൾ അവസാനം സെക്കൻഡ് സൺഡേ ആണ് നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ. അപ്പം നമ്മൾ വിചാരിച്ച് പൊന്മുടി പോകാം. അങ്ങനെ ആദ്യം നമ്മൾ KSRTC ഡിപ്പോയിലൊക്കെ ചെന്നിട്ട് എത്രയാവും റേറ്റ്, എപ്പോഴൊക്കെയാണ് സമയം, അതെല്ലാം ചോദിച്ച് വെച്ച് ടൈമിംഗ് ഒക്കെ ചോദിച്ച് വെച്ച്. അപ്പം നമുക്ക് 2 ടൈമിംഗായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു 5 മണിക്കത്തെയും ഒരു 8 മണിക്കും. നമ്മൾ 5 മണിക്ക് പോകാൻ തന്നെ വിചാരിച്ച്. അങ്ങനെ നമ്മൾ പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തമ്പാനൂർ വരെ പോകണം, അതിനുവേണ്ടി ഓട്ടോ വേണം. അപ്പോൾ ഓട്ടോയ്ക്ക് നമുക്ക് എല്ലാവരോടും ചോദിച്ച് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഓട്ടോ കിട്ടണമല്ലോ. അതുപോലെ നമ്മൾ 6 പേരുണ്ട്, 6 പേരും കയറ്റുന്നൊരു ഓട്ടോയും വേണം. ഒരുപാട് പേരോട് ചോദിച്ച് അങ്ങനെ ഒരു ഓട്ടോ ചേട്ടനെ സെറ്റാക്കി വെച്ചു. അങ്ങനെ നമ്മൾ രാവിലെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പം 4:45 ആയപ്പോൾ എന്താണെന്ന് തോന്നുന്നു ഓട്ടോ ചേട്ടൻ വന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങുമല്ലോ, അപ്പോൾ നമുക്കൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ രാവിലെ 3 മണിക്ക് എല്ലാവരും എണീറ്റിട്ട് മാഗി നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി. കെറ്റിലുണ്ടല്ലോ, അപ്പം കെറ്റിൽ വെച്ചിട്ട് നമ്മൾ മാഗി എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡും ന്യൂട്രലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വഴി പോകുമ്പോഴത്തേക്കും നമുക്ക് വിശന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം എടുത്ത് നമ്മളൊരു 4:45 4:30 ആയപ്പോൾ തന്നെ ഓട്ടോ വന്ന് കറക്റ്റ് സമയത്തിന് തന്നെ വന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി തമ്പാനൂരെത്തിയപ്പോഴത്തേക്കും നമ്മളൊന്നും ചായയോ വെള്ളമോ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ചായ കുടിക്കാമെന്ന്. അങ്ങനെ ചായ കുടിച്ച് എല്ലാവരും ഒരു ചായ കുടിച്ച് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ സെയിം വൈബുള്ള കുറേ കോളേജ് സ്റ്റുഡൻസ്, നല്ല വൈബായിരുന്നു. അവരെല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ചില്ല് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അവിടെ പിന്നെ ബസ്സിൽ ഇരുന്നിട്ടാണ് നമ്മൾ ന്യൂട്രലയും ബ്രെഡൊക്കെ കഴിച്ച്. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 8:30 8:45 ആയി. അങ്ങനെ ഗൈസ്, നമ്മൾ ഫൈനലി പൊന്മുടി എത്തി. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ആ ഗേറ്റ് കണ്ടപ്പോൾ തന്നെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതൊരു പൊന്മുടി വ്ളോഗാണ്. പൊന്മുടിയിലാണ് ഗൈസ് നിൽക്കുന്നത്. അതെ, ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഒരുമിച്ചുള്ള. ഇങ്ങനെ ഒരു ഇത്ര ദൂരം ആദ്യമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക്, ഞങ്ങൾ 6 പേര് മാത്രം. നമ്മൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 4 മണിയല്ല, 4:30 ഇറങ്ങി. 3:30 ആയപ്പോൾ എഴുന്നേറ്റ് 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ KSRTC ബസ്സിലാണ് വന്നത്. നല്ലായിരുന്നു, നല്ല അടിപൊളി വൈബായിരുന്നു. വേറെ കോളേജിൽ നമ്മളെ പോലത്തെ സെയിം ഏജുള്ള കുറേ പേരായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ സ്ഥലം എല്ലാം കാണിച്ചു തരാം. ഞങ്ങളൊരു വ്ളോഗായിട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നല്ലൊരു സ്പോട്ടിൽ ഇവിടെ ഇരിക്കുക. ഭയങ്കര രസമുണ്ട്, ഭയങ്കര കാറ്റൊക്കെ, നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ ഭയങ്കര അടിപൊളിയാ. നമുക്ക് എല്ലാം കാണിച്ചു തരാം ഞങ്ങൾ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. വ്യൂ കാണിച്ചു തരണം. പൊതുവേ നാള് കുറവാന്ന് തോന്നുന്നു. കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ ഭയങ്കര പാട് കണ്ടോ. പൊതുവെ ആള് കുറവാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് ഭയങ്കര ഭംഗി. ഒട്ടും ക്രൗഡഡ് അല്ല. വൈകുന്നേരം ആയിരിക്കും ആളുകൾ വരുന്നത്. നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മളെല്ലാം വീഡിയോസ് എടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ ബ്യൂട്ടി നമ്മളെ കാണിച്ചു തരാം. ചെറിയ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇരിക്കാൻ. നല്ല രസം. അവിടെയൊക്കെ ഇങ്ങനെ കോട മൂടി കിടക്കും, നല്ല രസമുണ്ട്. നമ്മൾ കാണിച്ചു തരാം കേട്ടോ എല്ലാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇവിടെ ഫുഡൊക്കെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിക്കുക ഫുഡ് ഇരുന്ന് കഴിക്കാൻ വേണ്ടി. നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഒട്ടും ക്രൗഡഡ് അല്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര കാം എഫക്റ്റ്. ഓ
ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സ്ഥലം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അയ്യോ, മാഗിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. പക്ഷെ ഈ അവസ്ഥയായി. കുറേ നേരമായി, 3 മണിക്ക് ഉണ്ടാക്കിയതാണ്. മറന്നുപോയി. അയ്യോ, ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി വിചാരിച്ചു ചില്ലി. കോട കുറഞ്ഞു, ചെറിയൊരു വെയിലായി തുടങ്ങി. സമയം 10:30 കഴിഞ്ഞു. പക്ഷെ രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇരിക്കാനൊക്കെ. ഉച്ചക്കൂടെ കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അതെ, നമ്മളിനി അടുത്ത ടാർഗറ്റാണ് തോന്നി നിൽക്കുന്നത്. ഇതിന് തല മാറ്റ്, അതുകൊണ്ട് ആ സ്ഥലം കണ്ടോ, ഇതാണ് ടാർഗറ്റ്. കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത ടാർഗറ്റ് ആ സാധനമാണ്. അങ്ങോട്ട് നടക്കുവാണ് നമ്മളിപ്പം. ആ ഒരു സ്ഥലത്തോട്ട് എത്താറായില്ല, കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന കണക്കിന് നല്ല ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്താറായി. ഇപ്പം സമയം 12:10 ആയിട്ടുണ്ട്. പക്ഷെ നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റാണ്. ഒട്ടും വെയിലില്ല, നല്ല തണുത്ത കാറ്റും. ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസമുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്ന നല്ല ക്ലൈമറ്റ്. അത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്ലൈമറ്റാണ്. ഉച്ചയായിട്ടും ഒട്ടും ഒരു വെയിലില്ല, ഭയങ്കര രസമുണ്ട്. നമ്മളിപ്പം നല്ല സുഖമുള്ള കാറ്റാണ്, നല്ലൊരു തണുത്ത ഭയങ്കര രസമുള്ളൊരു കാറ്റ്. എന്നാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല. നല്ലൊരു സുഖമുള്ളൊരു തണുപ്പാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു ബസ്സുണ്ട്, ആ ബസ് തിരിച്ചു പോകണം. അതാണ് നിലവിലുള്ള പ്ലാൻ. നല്ല രസമുണ്ട്, ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമുണ്ട്, ഭയങ്കര നല്ല വൈബ്. പക്ഷെ ഉച്ചയാണ് സമയം, പക്ഷെ ഒട്ടും മനസ്സിലാവത്തില്ല. നല്ല രസമുണ്ട്, ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ചേട്ടതായ വെയിലൊന്നുമില്ല, ഉച്ചയ്ക്ക് ഇല്ല വെയിൽ. രാവിലെ ആയിരുന്നു വെയിൽ, പിന്നെ രാവിലെ ഉണ്ടായിരുന്നു നല്ല ക്ലൈമറ്റായി. ഇത് 10 മണിക്ക് പിന്നെ ഒരു ചെറിയൊരു ഇളം വെയിലുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ സൂപ്പറായി. നമ്മളിപ്പം നമ്മുടെ ബക്കറ്റ് ലിസ്റ്റാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുമിച്ച് പൊന്മുടി ഒറ്റയ്ക്ക് വരണമെന്ന്. നമ്മൾ 6 പേരായിട്ട്, പേരൻസ് ഒന്നും ഇല്ലാതെ ഒരു ട്രിപ്പ്. നമ്മളെ തുടക്കം മാത്രം. KSRTC-ലാണ് വന്നേ. അത് ആഗ്രഹത്തിലില്ലായിരുന്നു, വൈബായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ക്ലൈമറ്റ് ഒന്നും പറയാനില്ലായിരുന്നു, ഒരു രക്ഷയില്ല. ഇപ്പം ഉച്ചയായി, പക്ഷെ സ്റ്റിൽ ഒരു വെയിലൊന്നും ഇല്ല. നല്ല രസമുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, വൈബായിരുന്നു. തുടക്കം മുതൽ ഞങ്ങൾ 3 മണിക്കാണ് ഞങ്ങൾ ഒരു പറയുകയാണെങ്കിൽ 3 മണിക്ക് നമ്മളൊരു 3 മണിക്ക് എഴുന്നേറ്റ് ഒരു 3:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഓരോന്നൊക്കെ നമുക്ക് ഫുഡൊക്കെ ബ്രെഡ്
അതിനൊക്കെ തന്നെ ന്യൂട്ടെല്ല മാഗിയൊക്കെ നമ്മൾ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് അത് വീഡിയോ എടുത്തായിരുന്നോ? എല്ലാം നിങ്ങൾ നമ്മൾ എല്ലാം ഇടുന്നതായിരിക്കും. 4:40 ഓട്ടോ ഡ്രൈവർ വന്ന് നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നമ്മൾ തലേന്ന് സെറ്റ് ചെയ്തായിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഞങ്ങൾ ഓട്ടോച്ചേട്ടൻ വന്ന് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് കയറി എല്ലാം എന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ കറക്റ്റ് സമയം ബസ് വന്നു പൊന്മുടി ചായ കുടിച്ച് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് ബസ് നമുക്ക് 6 പേർക്ക് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ 6 സീറ്റ് കിട്ടി. അതും നമുക്ക് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന രീതി തന്നെ സീറ്റ് കിട്ടി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഓരോ വ്യൂ നല്ലതായിരുന്നു. ബസ്സിൽ കുറെ കോളേജ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് അവരുടെ വൈബും അതെ, അവിടെ നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല നല്ല വൈബുള്ള കുറെ പേരൊക്കെ ഉണ്ട്. നല്ലതായിരുന്നു. നല്ല ദിവസം നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർമ്മിക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു. അതെ, നമ്മളൊരു പൊന്മുടി ട്രിപ്പ് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്ത കണക്ക് തന്നെ എല്ലാം നടന്ന് അതെ ഇതുവരെ പ്ലാൻ ചെയ്ത കണക്ക് തന്നെ നടന്ന്. ഇനി എന്തോന്ന് അറിയത്തില്ല. ഞങ്ങളിപ്പോൾ തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. ഞങ്ങളൊരു 1 മണിയൊക്കെ ആകുമ്പോൾ ഒരു ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ബസ്സിൽ കയറിയിട്ട് തിരിച്ചു പോകണം. അതാണ് പ്ലാൻ. ഇനി അതിന് കുറച്ച് നല്ല സ്മൂത്തായിട്ടെല്ലാം നടന്നാൽ സെറ്റാവും.